ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം 41-ാമത്തെ ശ്ലോകം. ബ്രാഹ്മണക്ഷത്രിയവിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ. ബ്രാഹ്മണക്ഷത്രിയവിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ. സമോ ദമസ്തപഃ ശൗചം ക്ഷാന്തിരാർജവമേവ ച. ശമോ ദമ സ്തപഃ ശൗചം, ദമഃ തപഃയാണ്. ശമോ ദമ സ്തപഃ ശൗചം ക്ഷാന്തിരാർജവമേവ ച. ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മസ്വഭാവജം. ബ്രഹ്മകർമ്മസ്വഭാവജം. ആ ബ്രഹ്മകർമ്മ കഴിഞ്ഞൊരു വിസർഗം ഇട്ടിട്ട് വായിക്കുന്നത് പോലെ ആയിരിക്കണം വായിക്കേണ്ടത് കേട്ടോ. ആ സ്വ എന്നുള്ളത് ഒരു സമസ്ത അക്ഷരമല്ലേ, ഒരു അത് കൂട്ടക്ഷരം പോലെ വരുന്നതല്ലേ, ഒന്നിൻ്റെ കൂടെ സ വായാണ് സ്വായത്. അതുകൊണ്ട് അങ്ങനെ വരുന്ന അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ ആ വിസർഗം പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന പോലെ ഒന്ന് ബലം കൊടുത്ത് ആ സ്വായ്ക്ക് ബ്രഹ്മകർമ്മസ്വഭാവജം വായിക്കണം. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം. പലായനം അങ്ങനെ വായിച്ചാൽ മതി. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം. ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മസ്വഭാവജം. കൃഷി ഗൗ രക്ഷ്യ വാണിജ്യം. ഗോരക്ഷ ഒരു ജോലിയാണ്. കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മസ്വഭാവജം. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ഈ 4 വർണ്ണങ്ങളുള്ളതിൻ്റെ 4ൻ്റെയും പ്രധാനപ്പെട്ട 4 വർണ്ണങ്ങളുള്ളവരുടെ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് സ്വഭാവം, അവരുടെ സ്വഭാവം, ജീവിത രീതി എന്താണെന്നാണ് പറയുന്നത്. അപ്പം ശൗര്യം തേജോ ധൃതിർ ദാക്ഷ്യം അത് ക്ഷത്രിയന്മാരുടേതാണ്. പിന്നെ ശമം ദമം തപ ശൗചം ക്ഷാന്തിരാർജവം ഇതെല്ലാം ബ്രാഹ്മണരുടെ ബ്രഹ്മകർമ്മ സ്വഭാവജമാണ്. പിന്നെ കൃഷി ഗോരക്ഷ വാണിജ്യം, അതായത് വൈശ്യരുടെ സ്വഭാവം, കർമ്മം, പിന്നെ കച്ചവടം ചെയ്യുക, അതൊക്കെ വൈശ്യകർമ്മമാണ്. ശൂദ്രന്മാരോ എല്ലാവർക്കും ഈ ആൾക്കാർക്കെല്ലാം വേണ്ട പരിചര്യകൾ ചെയ്യേണ്ടത്. കാരണം ഇവരൊക്കെ ഇങ്ങനെ ഓരോന്നും ചെയ്ത് നടന്നാൽ ബാക്കി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഏതിനെ ആശ്രയിച്ചാണ്, നമ്മൾ പറയും 4 കാലിനെ ആശ്രയിച്ചാണ് ഒരു ജീവി, അല്ലെ 2 കാലിനെ ആശ്രയിച്ചാണ് ബാക്കി മുകളിലോട്ട് നമ്മൾ നിൽക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഒരു വീടുണ്ടാക്കിയാലും 4 അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ആ അടിത്തറയെ ആസ്പദമാക്കിയാണ് വീടിൻ്റെ ബലം നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ശൂദ്രരുടെ ആ കർമ്മം, അവരുടെ കർമ്മങ്ങൾ എന്താണോ അവരത് വൃത്തിയായിട്ടും അവരിൽ ആരോപിച്ചിരിക്കുന്ന ആ അവർ ചെയ്തില്ലെങ്കിൽ ഈ മുകളിലുള്ള 3 വർണ്ണികൾക്കും ജീവിക്കാൻ ആവില്ല. ശരിയല്ലേ? അപ്പോൾ ആരും ആരെയും കുറച്ചോ ആരും കൂട്ടിയോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്ന സ്വഭാവമൊന്നും ഇതിനകത്ത് ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളൂ. അത് വർണ്ണികളായിട്ട് ഞാനാണ് ഈ 4 വർണ്ണങ്ങളും ഉണ്ടാക്കിയെന്ന് ഭഗവാൻ ഒരിടത്ത് പറയുന്നുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണകർമ്മ അനുസരിച്ചാണ് അവരെ വിഭജിച്ചിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ അന്ന് അത് സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ കർമ്മത്തിലേക്ക് ഒരു താല്പര്യം വരും. അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഈ വർണ്ണം ഇങ്ങനെ ഒരു ജാതി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയതും അങ്ങനെ ആയിത്തീർന്നതും. അതിനൊരു ഒന്നിൻ്റെ മുകളിലാണെന്നോ ഒന്നിൻ്റെ താഴെയാണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതെല്ലാത്തിൻ്റെയും ഓരോ സ്വഭാവങ്ങൾ പറഞ്ഞിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെ തന്നെ മനസ്സിലാക്കുക.
അതുകൊണ്ട് ആരും ആരേക്കാൾ മുകളിലുമല്ല, ആരും ആരേക്കാൾ താഴെയുമല്ല. അതുകൊണ്ട് ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അവർ കൊള്ളരുതാത്തവർ അങ്ങനെയില്ല. അവർ ഇല്ലെങ്കിൽ ഈ മുകളിലോട്ടുള്ളവർക്ക് നിലനിൽപ്പേ ഇല്ല. കൃഷി ഗൗരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ സ്വകർമ്മനിരതസിദ്ധിം. അവിടെ നിർത്തണം. യഥാ വിന്ദതി തച്ഛൃണു യഥ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ. ഒരു ധർമ്മം ആചരിക്കുന്നവർ ആ സ്വധർമ്മം, അവർക്ക് ഓരോ വിഭാഗത്തിന് ഓരോ ധർമ്മം ഉണ്ട്. ആ ധർമ്മം അവരത് ഒട്ടും തെറ്റാതെ പാലിക്കുക. പരധർമ്മത്തിലോട്ട് കടക്കണ്ട. ക്ഷത്രിയൻ വൈശ്യരുടെ ധർമ്മത്തിലോട്ടും ബ്രാഹ്മണർ ക്ഷത്രിയ സ്വഭാവത്തിലോട്ടും കടക്കേണ്ടതില്ലെന്നാ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃത. ധൂമേന അഗ്നിഹി ഇവാവൃത. ധൂമം എന്ന് പറഞ്ഞാൽ പുക. അഗ്നിയെ എങ്ങനെയാണോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെയാണെന്ന്. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹഃ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. സന്യാസേനാധിഗച്ഛതി. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ. സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. കേട്ടിട്ടുണ്ട് അവിടെ എല്ലാം യായ്ക്കും പരായ്ക്കും. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാം ത്യക്ത്വാ. ശബ്ദാദീൻ വിഷയാം, ആ വാക്ക് ഒരു സമസ്ത പദമായിട്ടാണ് ആ വാക്ക് വന്നിരിക്കുന്നത്. ഞാനൊന്ന് പറയാം, അത് പിരിച്ചേ. ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വ. അവിടെ വിഷയാം ത്യക്ത്വ എന്ന് വന്നത് വിഷയാൻ ത്യക്ത്വ എന്നുള്ളത് കൂട്ടി എഴുതിയപ്പം വിഷയാം ത്യക്ത്വ എന്ന് വന്നതാണ്. ശബ്ദാദീൻ വിഷയാം ത്യക്ത്വ രാഗദ്വേഷൗ വ്യുദസ്യ ച വിവിക്തസേവി ലഘ്വാശി യദ വാക് കായ മാനസഃ. യദ വാക്ക് കായ മാനസം. ഇതാണ് യദ വാക് കായ വാക്ക്, നമ്മുടെ വാക്ക്, കായം ശരീരം, മനസ്സ ബുദ്ധി, മനസ്സ്. വിവിക്തസേവി ലഘ്വാശി യദ വാക് കായ മാനസഃ. ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ബ്രഹ്മബോധപ്രസന്നാത്മാ. കണ്ടോ, ആ പ്രസന്നായും ഉറപ്പിച്ച് ഉച്ചരിക്കണം. ബ്രഹ്മബോധപ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസ്സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ഭക്ത്യാ മാം അഭിജാനാതി. അവിടെ വരെയുള്ളൂ. യാവാന്യാശ്ചാസ്മി തത്വതഃ. യാവാന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ. അവിടം വരെ. വിശദേ തദനന്തരം സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി
ശാശ്വതം പദമവ്യയം ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മच्चिത്ത സതതം ഭവാം. ഒന്ന് പ്രയാസമില്ലാത്തതാണ്. മच्चिത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി. അത് ശ്രദ്ധിച്ചോണം. മത് പ്രസാദാത് തരിഷ്യസി. ത എന്ന് എഴുതിയിരിക്കുന്നതെങ്കിൽ ഒരു തായ് ത എന്നുള്ളതുണ്ട്. പ്രസാദാത് തരിഷ്യസി എന്നാണ്. മच्चिത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അധ ചേത്വമഹങ്കാരാത്. ത എന്നാക്കുക. അഹങ്കാരാൻ എന്നാണെങ്കിൽ ത എന്ന് തന്നെ എഴുതുക. ന ശോഷ്യസി ന വിനക്ഷ്യസി. ന ശോഷ്യസി തൊട്ടാണ് 4-ാം പാദം. അധ ചേത്വമഹങ്കാരാത് ഇവിടെ നിർത്തി. ന ശോഷ്യസി വിനക്ഷ്യസി യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായാസ്തേ. മിഥ്യൈഷ വ്യവസായസ്തേ. കിട്ടിയോ? പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസി അവശോപി തത്. ഒന്നുകൂടെ വായിക്കാം. കർത്തും നേച്ഛസി. ന ഇച്ഛസിയാണ് നേച്ഛസി ആയത്. കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസി അവശോപി തത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ ത്വമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ. അതൊന്നുകൂടെ ശ്രദ്ധിക്കണം. വിമൃശ്യൈതത് അശേഷേണ. വിമൃശ്യൈതത് അശേഷേണ. യഥേച്ഛസി തഥാ കുരു. യഥ ഇച്ഛസി തഥാ കുരു. വിമൃശ്യൈതത് അശേഷേണ യഥേച്ഛസി തഥാ കുരു. സർവഗുഹ്യതമം ഭൂയഃ ശൃണു മേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി. അവിടം വരെയുള്ളൂ. തതോ വക്ഷ്യാമി തേ ഹിതം മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. ഒന്നും അതിനകത്ത് പറയാനൊന്നുമില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ആ മാ ശുചഃ വരെ കൊണ്ട് ഭഗവത്ഗീതയിലെ ഉപദേശം തീരുകയാണ്. സർവധർമാൻ പരിത്യജ്യ. എല്ലാ ധർമ്മങ്ങളെയും വിട്ടുകളയോ, എല്ലാം വിട്ടേക്കോ. മാമേകം ശരണം വ്രജ. അതുകൊണ്ട് നീ എന്നെ ശരണം പ്രാപിക്കൂ. മാം എന്നെ ശരണം പ്രാപിച്ചോളൂ. അഹം ഞാൻ ത്വാ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷം നിനക്ക് നിനക്ക് നേടിത്തരാം. മോക്ഷയിഷ്യാമി മാ ശുച. നീ ദുഃഖിക്കേണ്ടതില്ല. അശോച്യാൻ അന്യശോചസ്ത്വം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. നീ ശോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ഉപദേശം തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ നിർത്തുന്നതും മാ ശുച. നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് നിർത്തുന്നതും. ബാക്കിയുള്ളതൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഉപദേശം തീർന്നു ഇവിടം കൊണ്ട്. അത് പറയുന്ന ഇതാണ്. സർവധർമാൻ പരിത്യജ്യ. സർവധർമാൻ പരിത്യജ്യ
മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇദം തേ ന തപസ്കായ ന ഭക്തായ കദാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. ഇത് പറയുന്നുണ്ട്, ഇതെനിക്ക് ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടെന്ന്. അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. കാരണം എന്നോട് ചോദിച്ചുകൊണ്ട് വരുന്നവർക്ക്, ഒരാളിനോട് ചോദിച്ചുകൊണ്ട് വരുന്നവർക്ക് നീ ഇത് ഉപദേശിക്കാവുള്ളൂ, അല്ലാതെ കവലപ്രസംഗം പോലെ മൈക്ക് കെട്ടിവെച്ച് ഇത് പറയേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഗുഹ്യാൽ ഗുഹ്യതമം എന്ന് ഇനിയും പറയാറുണ്ട്. എന്ന് വെച്ചാൽ വളരെ രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ്, അതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്നോട് ചോദിച്ചു വരുന്നവരോട് നീ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ ഭഗവത്ഗീത പോലെയുള്ള എന്ത് ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടെങ്കിലേ പഠിപ്പിക്കാവൂ എന്ന് പറയുന്നത്. നിങ്ങളിങ്ങ് വരൂ, നിങ്ങളെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു ആചാര്യനും, അതായത് സനാതനധർമ്മത്തിൽ ഒരു ആചാര്യൻ ഒരു അറിവും പകർന്നു കൊടുക്കാൻ പാടില്ലെന്നതാണ് വിധി തന്നെ അങ്ങനെയാണ്. കാരണം ഇതിനകത്ത് എല്ലാ പുരാണങ്ങളിലും എല്ലാ ഗ്രന്ഥങ്ങളിലും ആവർത്തിച്ച് ആചാര്യന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്, ചോദിക്കുന്നവർക്കേ പറഞ്ഞു കൊടുക്കാവുന്ന. എന്നാൽ അതിൻ്റെ ഒരു വൈശിഷ്ട്യം ആഗ്രഹം ഉള്ളവന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അല്ലാത്തവരെ ആരെ ഇത് അടിച്ചേൽപ്പിക്കേണ്ട. നമ്മുടെ സംസ്കാരം അതാണ്, ഭാരതീയ സംസ്കാരം, അതായത് സനാതനധർമ്മം, ഹിന്ദുധർമ്മം അതാണ്. ഇതം തേ നാ തപസ്കായ, ഉണ്ടോ, തപസ്സില്ലാത്തവനും ഭക്തനല്ലാത്ത, നാ ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി യ ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷു അഭിധാസ്യതി. മദ്ഭക്തേഷു എന്നായിട്ട് എഴുതിക്കോ, മദ്ഭക്തേഷു അഭിധാസ്യതി. ഒന്നിച്ച് വായിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഷു ആ മദ്ഭക്തേഷു അഭിധാസ്യതി. ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈഷത്യസംശയഃ. മാമേ വൈഷത്യസംശയഃ വൈഷ്യതി അസംശയഃ. ന ച തസ്മാൻ മനുഷ്യേഷു ന ച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ ന ച മേ തസ്മാത് എന്നാക്കുക. പിന്നെ അന്യപ്രിയതരോ ഭുവി എന്നുള്ളത് വേറൊരു പാദം, അവസാനത്തെ പാദം, 4ാമത്തെ പാദം അത്. ആദ്യത്തേത് ന ച തസ്മാൻ മനുഷ്യേഷു, രണ്ടാമത്തെ കശ്ചിന്മേ പ്രിയകൃത്തമ 8 അക്ഷരം, പിന്നത്തേത് ഭവിതാ ന ച മേ തസ്മാത്, പിന്നത്തേത് അന്യപ്രിയതരോ ഭുവി. അധ്യേഷ്യതേ ച യ ഇമം അധ്യേഷ്യതേ ച യ ഇമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ആക്കുക. പിന്നെ മീ വെട്ടിയിട്ട് ഇഷ്ടസ്യാമിതി മേ മതിഃ ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്ത ശുഭാൻ ലോകാൻ. ശുഭാം ലോകാൻ എന്ന് വായിച്ചാലും ശുഭാൻ ലോകാൻ എന്ന് വായിച്ചാലും രണ്ടും ശരിയാണ്. പ്രാപ്നുയാത് പുണ്യകർമ്മണാം, അതൊന്നിച്ച് വായിക്കേണ്ടതാണ്. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്ത ശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. കച്ചിദേതത് ശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസാ കച്ചിദജ്ഞാനസമ്മോഹഃ പ്രനഷ്ടസ്തേ ധനഞ്ജയ. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദാൻ മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹഃ കരിഷ്യേ വചനം തവ. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദം ഇമം ആശ്രൗഷ്മം.
അദ്ഭുതം വേറെ വാക്ക്. അദ്ഭുതം രോമഹർഷണം സംവാദം ഇമമാശ്രൗഷ്മം. അവിടെ ഷ്മം നാക്കുക, ശ്രൗഷ്മം. പിന്നെ അദ്ഭുതം എന്നുള്ള വാക്ക് അവിടെ അദ്ഭുതം രോമഹർഷണം എന്നുള്ളതാണ് പിന്നെ 8ാമത്തെ ലൈന്. അല്ല, 8ാമത്തെ അക്ഷരം ശ്രൗഷ്മം കൊണ്ട് തീർന്നു. പിന്നെ അദ്ഭുതം എന്നുള്ളത് 4ാമത്തെ പാദം. സംവാദമിമമാശ്രൗഷ്മം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. ഒന്നുകൂടെ വായിക്കാം. യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. ഒന്നുകൂടെ ആ ലൈനെ ഇരടി. വ്യാസപ്രസാദാൻ ശ്രുതവാൻ വ്യാസപ്രസാദാത് ശ്രുതവാൻ അവിടെ നിർത്തുക. പിന്നെ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. രാജൻ സംസ്മൃത്യ സംവാദമിമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം. കേശവനും അർജുനനും. കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹുഃ തച്ച സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ. ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. തച്ച സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ. ഹരയുടെ രൂപം അത്യദ്ഭുതമായിരുന്നു. വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ. വീണ്ടും അത് ഞാൻ മനസ്സിലോർക്കുന്നു. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർധ്രുവാ നീതിർമതിർമമ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർധ്രുവാ നീതിർമതിർമമ. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ മോക്ഷസന്യാസയോഗോ നാമ 18. ഹരി ഓം.